നമസ്കാരം. 2023 ഒക്ടോബറിൽ ഗാസയിൽ പോരാട്ടം ആരംഭിച്ചപ്പോൾ മുതൽ ഹൂതി വിമതർ ഹമാസ് ഭീകരരെ സഹായിക്കാനായി മിസൈലും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യമാണിപ്പോഴും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലുമായി വെടിനിർത്തലിന് ഒടുവിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ സമ്മതിച്ചെന്ന വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിന് ശേഷവും നിരവധി സംഘർഷങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ഇതാ ഹമാസ് കമാൻഡറെ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ സൈനികം വെടിവെച്ചെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഹമാസിന്റെ സുഖ്വ ഹോഴ്സിന്റെ കമാൻഡർ അബ്ദൽ ഹാദി സാഫയാണ് വധിച്ചത്. നിലവിലെ യുദ്ധത്തിന് തുടക്കമിട്ട 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളാണ് സാഫ. മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു സാഫ. ഇവിടെ അഭയാർത്ഥികൾക്കായുള്ള താമസ സ്ഥലത്തായിരുന്നു ഇയാൾ രഹസ്യമായി കഴിഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു. ഇതിലാണ് സാഫ കൊല്ലപ്പെട്ടത്. സാഫയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇസ്രായേൽ സേന കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. ഖാൻ യൂനിസിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നടത്തിയ ആക്രമണത്തിലാണ് സുഖ്വ പാട്ടൂണിന്റെ കമാൻഡറായ സാഫയെ വധിച്ചെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 കിബ്യൂട്സ് നിർ ഓക്സിലേക്ക് നുഴഞ്ഞു കയറിയ സാഫ ഖാൻ യൂനിസിന്റെ അഭയാർത്ഥി മേഖലകളിലായിരുന്നു രഹസ്യമായി കഴിഞ്ഞിരുന്നത്. ഇവിടെ നിന്നും ഇയാൾ നിരവധി തവണയാണ് ഇസ്രായേൽ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയതെന്നും സേന അറിയിച്ചു. ഒക്ടോബർ 7 ആക്രമണത്തിലെ മുഴുവൻ ഹമാസ് നേതാക്കളെയും കണ്ടെത്തി വധിക്കാൻ IDFും ഇസ്രായേലിന്റെ ജനറൽ സെക്യൂരിറ്റി സർവീസ് സ്റ്റേഷൻ ബെൽറ്റും സംയുക്തമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇസ്രായേൽ സർക്കാർ വ്യക്തമാക്കി. ഗാസയിലെ ഹമാസ് യൂണിറ്റുകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ പ്രതിരോധ സേന ശക്തമായ പ്രത്യാക്രമണങ്ങളാണ് തുടരുന്നത്. അതേസമയം യമനിലെ ഹൂതി വിമതരും ലെബനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ തുടരുകയാണ്. അടുത്തിടെ യമനിലെ ഹൂതി വിമത കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. അതേസമയം ഹമാസ് നേതാവ് സലീഹ് ഹദൌറി വധിച്ചതിന് പിന്നിലും തങ്ങളാണെന്ന് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ബെയ്റൂട്ടിൽ വെച്ച് അറൌട്ടിയെ വധിച്ചതെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. എന്നാൽ ഹിസ്ബുള്ളയുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഉപയോഗിച്ച വിദ്യകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മൊസാദ് ഉപയോഗിച്ചത് നേതാക്കളുടെ സ്വകാര്യ ജീവിതത്തിലെ ദൗർബല്യങ്ങളെയായിരുന്നു. ഇതും വെളിപ്പെടുത്തിയിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.